കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷൻ്റെ ഒരു ദുർഭൂതം പിടികൂടിയിട്ടുണ്ട്. 1921 T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കി ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സെലിബ്രിറ്റികളായ സിനിമാ രംഗത്തുള്ള, കായിക രംഗത്തുള്ള, മറ്റു മേഖലകളിലുള്ള സെലിബ്രിറ്റികളായ ആളുകളാണ് പരസ്യത്തിൽ വന്ന് അഭിനയിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ജ്യോതിഷം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമെന്നാണ്. വേൾഡ് കപ്പ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീലടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് 8 നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കൂല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം. ഇത് മാത്രമല്ല, ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഞാൻ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുൻപ് അന്നത്തെ അർജൻറ്റീനയുടെ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പാകബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അറിയാലോ എന്ത് ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പാബ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീം അംഗങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ അവരെ വിജയത്തിന് തുടക്കമായി. 2021 കോപ്പ അമേരിക്ക നേടി, 22 എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി, 24 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചില മുത്തം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞതെന്ന് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുതെന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഈ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള അതൊക്കെ ധരിച്ച് നല്ല വസ്ത്രം ധരിച്ചാണ് വരിക. പക്ഷേ അവർ അല്ലെങ്കിലും അതെ അറിയില്ല, ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ്. പക്ഷെ ഒരു ഭാഗം മാത്രം ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്. എന്നുവെച്ചാൽ സോക്സ് എന്ത് ചെയ്തില്ല, കഴുകില്ല. അത് പഴയ ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ്, അതേപോലെ ഇടും. അപ്പോൾ എന്ത് ചെയ്യും,
സോക്സ് മാത്രം എന്ത് ചെയ്യും, മടക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണെന്ത് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ടൈഗർ വുഡിനെ അറിയാലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് ഷർട്ട് അല്ലെങ്കിൽ ടീ-ഷർട്ട് എന്ത് ചെയ്യുള്ളൂ, ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിരുന്ന പോലെ കളിയല്ല നൃത്തം. ടെണ്ടുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്ത് ചെയ്യും, അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രസീൽ നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ തോറ്റുപോകുന്നതല്ല. അവരുടെ മുകളിലൊരു കേഴ്സ് ഉണ്ട്. ആ കേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി എന്നാണ്. ആ കേഴ്സിൽ എത്രത്തോളം എന്താ വെച്ചാൽ, കേഴ്സ് എങ്ങനെ പറഞ്ഞിട്ട് വെച്ചാൽ, പിന്നെ 2000-ലാണ് ആ കേഴ്സ് വരുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും എന്താണ്, ഒരു യൂറോപ്യൻ ടീമിനോടായിരിക്കും നോക്കൗട്ടിൽ തോൽക്കുന്നതാണ്. നിങ്ങളെപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ നോക്കിക്കോളൂ. എന്താണ്, 2006 ഫ്രാൻസിനോട്, 2010 നെതർലാൻഡിനോട്, ഹോളണ്ടിനോട്, 2014 ജർമ്മനിയോട്, 2018 ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം FC എന്ന് പറയുന്നത്. അവർ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ഇവർ എന്ത് ചെയ്തു, ബലമായിട്ട് അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇത് ഇവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നത് വരെയും ഇവർക്ക് അവിടെ കളി കഴിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കോർണറുകളിൽ മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക. അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട്, സർജി ഗോയ്ക്കോച്ചു എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള, കാരണം ഈ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. മുപ്പയുടെ ഒരു പരിപാടി എന്നുണ്ട് ഇതുപോലെ എന്ത് ചെയ്യുക, പോസ്റ്റിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൂത്രമൊഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആർക്കും ഗോളടിക്കാൻ. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്, ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. ഇപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടും ഘാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത്, ഘാനക്കാർ നമുക്കെതിരെ ദുർമന്ത്രവാദം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ചെയ്തൊക്കെ ഉണ്ടാവും. അത് കാരണം അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമെ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെച്ചാൽ ചില മൃഗങ്ങൾ, ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് എന്ത് ചെയ്യും, എന്നിട്ട് തൊടിയിപ്പിക്കുക. നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് പെറുക്കുന്ന പോലെ ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം ഈ മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്നു വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷൻ്റെ ഒരു ദുർഭൂതം പിടികൂടിയിട്ടുണ്ട്. 1921 T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒരു മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തിൽ നിന്ന് അവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്
ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബ്രക്രാബഡ്ര പ്രാക്ടീസുകൾ, ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ഇതിനകത്ത് നമ്മുടെ അയർലൻഡ് വ്യാപകമായിട്ടാണ് ഇത്തരത്തിലുള്ള പല ഈ വിശ്വാസങ്ങളുള്ളത്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക്, വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടുണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക? അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാപ്പോൾ ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് അന്ധവിശ്വാസം ആയിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈവിട്ടു പോകുന്നതോടെ മറ്റേ പട്ടം കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ട് പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാനഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇതിനകത്തൊക്കെ അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഇതൊരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തില്ലേ, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും. ഓർക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ, ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്. പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല മലയാളികളും ലോകമൊക്കെ സഞ്ചരിച്ചിരിക്കണമെന്നൊക്കെ ആ ലേബലിൽ വന്നുകൊണ്ട് യൂറോപ്പിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ യൂറോപ്പാണ് പുരോഗതി എന്ന് വാക്കിയെന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോൾ അമിത് മാഷ് പറഞ്ഞതിന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചം വരികയാണ്. ഇവർ എത്രമാത്രം അധപ്പതിച്ച് വരുന്നുണ്ട്. എന്താണ് ഈ ഫുട്ബോളും മന്ത്രിമാരും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? 2 ദിവസമായിട്ട് മന്ത്രവാദി ഒരു ട്രോൾ കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചത് ഇത് വളരെ ചർച്ചയായതോടുകൂടി കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് വാർത്ത എത്തിയതോടുകൂടി ഒരു മനുഷ്യനെങ്കിലും ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്രാവശ്യത്തെ ലോകകപ്പ് ഉപകാരപ്പെട്ടോ എന്ന് എങ്ങനെ ചിന്തിക്കേണ്ടായി. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ വളരെ പ്രാദേശികമായ ഗ്രാമങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലം വരെ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ചൂഷണം 100 രൂപയും 1000 രൂപയുമാണെങ്കിൽ അവിടെ ഇത്തരം മന്ത്രവാദികൾ ചൂഷണം ചെയ്യുന്നത് ലക്ഷങ്ങളും കോടികളുമായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അതിനകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാതെ അതിനകത്ത് സമ്പത്ത് നിധി ശേഖരിക്കും പോലെ ശേഖരിച്ചു വെച്ച പല
ആൾദൈവങ്ങളെയും കുറിച്ച് നമുക്കറിയാം. അത് കേരളം മുതൽ അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അവരൊക്കെ വളരെ എന്താ പറയുക, സമൂഹത്തിൽ വലിയ സ്ഥാനത്തിരുന്ന് ആളുകളുടെ ഭരണ സംവിധാനങ്ങളുടെ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടേക്കും എവിടുന്ന് ആളുകൾ വരുന്നുണ്ട്? യൂറോപ്പിൽ നിന്നും മറ്റൊക്കെ ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നതും കച്ചവടമായി നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുന്നതും നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ശരിയായ മാർഗ്ഗനിർദ്ദേശം മനുഷ്യന് ആവശ്യമുണ്ട്. ആ മാർഗ്ഗനിർദ്ദേശം മനുഷ്യന് ലഭിക്കാതെ പോകുമ്പോഴാണ് ഇത്തരം ഭീമാബദ്ധങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെടുന്ന ആളുകൾ സാധാരണക്കാരല്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഈ ഫുട്ബോൾ താരങ്ങളുടെ വരുമാനം കാണിച്ചു തരണ്ടായി. ഒരു സീസണാണോ ഒരു വർഷമാണോ എന്നറിയില്ല. ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ 800, 900, 1000 കോടിയാണ് ലഭിക്കുന്നത്. ഒരു സീസണൊക്കെ കഴിയുമ്പോൾ 1000 കോടി രൂപ ലഭിക്കുന്നു. അപ്പം ഭയങ്കര സമ്പത്തുണ്ട്. വലിയ സമ്പത്തുണ്ടെങ്കിലും അവരുടെ കയ്യിലൊരു കെട്ടോ ശരീരത്തിൽ പ്രത്യേകമായ ടാറ്റുവോ, അവർ നേരത്തെ പറഞ്ഞത് പോസ്റ്റിന് ചോട്ട് പോയി മൂത്രമൊഴിക്കുന്നവരൊക്കെയാണ്. വലിയ സമ്പത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് സമാധാനത്തോടു കൂടി മനുഷ്യന് ഉറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ അത് എന്താണ്, ഒരു കാല് ചന്ദ്രനിലും ബഹിരാകാശത്തും മറുകാല് ചെളിക്കുണ്ടിലുമാണെന്ന് നമ്മുടെ പല ഇത്തരം വലിയ സാങ്കേതിക സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെ ചില പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കുമ്പോഴും പൂജ നടത്തും, ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം. പുതിയ ഒരു പദ്ധതി തുടക്കം കുറിക്കുമ്പോഴും അവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം. അതെ, എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏത് നല്ല വലിയ ലക്ഷൂറിയസ് വാഹനം വിദ്യാസമ്പന്നനായ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നൊരു മനുഷ്യൻ വാങ്ങിയാലും അയാളുടെ കാറിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിലോ അയാളുടെ വണ്ടിയുടെ ചോട്ടിലോ ഒരു കറുത്ത കയറിൻ്റെ കഷ്ണമോ ഒരു പച്ച തുണിയുടെ പൊട്ടോ ഒരു ചുവന്ന തുണിയുടെ കഷ്ണമോ ഉണ്ടാകും. പേടി മനുഷ്യനെ വേട്ടയാടുന്നു. എന്താണ് വേട്ടയാടാനുള്ള കാരണം? ഒരു ശരിയായ ദിശാബോധം ജീവിത കാഴ്ചപ്പാടിലോ വിശ്വാസരംഗത്തോ മനുഷ്യനില്ല എന്നത് തന്നെയാണ്. എല്ലാം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന നിർഭയത്വം ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ആ നിർഭയത്വമാണ് എന്താ പറയുക, എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും അയാൾക്ക് ആ പ്രതിസന്ധിക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നതാണ്. അവിടെ അന്ധവിശ്വാസങ്ങൾക്കോ ഇതുപോലെയുള്ള അബദ്ധധാരണകൾക്കോ യാതൊരുവിധ പ്രസക്തിയും ഇല്ല, അങ്ങനെ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കി ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സെലിബ്രിറ്റികളായ സിനിമാ രംഗത്തുള്ള, കായിക രംഗത്തുള്ള, മറ്റു മേഖലകളിലുള്ള സെലിബ്രിറ്റികളായ ആളുകളാണ് പരസ്യത്തിൽ വന്ന് അഭിനയിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ജ്യോതിഷം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമെന്നാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ, ഞാൻ അത്ഭുതം കാണിച്ചു തരാം. നിനക്ക് അതിൽ വിശ്വാസമില്ലല്ലേ, എന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ ഇത് പ്രചരിപ്പിക്കുക, ഇതിൻ്റെ പ്രചാരകരാവുകയാണ്. പറയുന്നത് ആധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും തെറ്റായ ഒരു വിശ്വാസത്തിലേക്ക്, എന്നിട്ട് അതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അറബി മാന്ത്രികം, മറ്റേ ഏലസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി വലംപിരി, ഇടംപിരി എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി നമ്മൾ നേരത്തെ TV ചാനലുകളിൽ മണിക്കൂറുകളോളം പരസ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അത് കടന്നു വരുന്നു. അത് ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് തന്നെയാണ്. പണ്ട് ഈ മുഹമ്മദ് അസ്ഹറുദ്ദീൻ കഴുത്തിലൊരു സാധനം തൂക്കിയിട്ടാണ് കളിക്കാൻ ഇറങ്ങുക. കുറച്ച് കാലം അദ്ദേഹം ഫീൽഡ് ഔട്ടായി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു കഴുത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. 2 സാധനം തൂക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ അന്ധവിശ്വാസങ്ങളുണ്ട്. ശരിയായൊരു ദിശാബോധം ഇല്ലെങ്കിൽ ഭയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നിർഭയത്വത്തോടു കൂടി മനുഷ്യന് എപ്പോഴാണ് ജീവിക്കാൻ കഴിയുക? അത് തൻ്റെ സൃഷ്ടാവിനെ ഭയപ്പെട്ട് അവനാണ് തൻ്റെ നന്മയും തിന്മയും ജീവിതത്തിലെ ഭാഗ്യവും നിർഭാഗ്യവും ഐശ്വര്യവും നിർധനാവസ്ഥയും ഒക്കെ നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യൻ അവനെ അഭയം തേടി അവനോട് പ്രാർത്ഥിച്ച് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കും. അല്ലെങ്കിൽ പണം കൊണ്ട്, സ്വർണം കൊണ്ട് കട്ടിലുണ്ടാക്കി അതുമ്മ കടന്നാലും ഉറക്കം വരില്ല. ഓരോ കാല്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസം മൈതാനത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും
ഈ മന്ത്രവാദിനിയും ഇയാൾ പറഞ്ഞ കാര്യമൊക്കെ പേടിച്ച് ജീവിക്കായിരിക്കും. എന്തായിരുന്നാലും അയാൾ പറഞ്ഞത് അർജൻറ്റീനയെ 1 ഗോളിന്, എന്തായിരുന്നു മറ്റേ ടീമിൻ്റെ പേര്, ക്യാപ്പ് വെറുതെ തോൽപ്പിക്കും, മെസ്സി ഗോളടിക്കൂല എന്ന് പറഞ്ഞു. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. 1 ഗോളിന് അർജൻറ്റീന കേപ്പ് വെറുതെയെ തോൽപ്പിച്ചു, മെസ്സി 1 ഗോളടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ മന്ത്രവാദികളൊക്കെ ടൈപ്പ് പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ ആണെങ്കിലും അതെല്ലാം ഇവിടെ കാളൗട്ട് ആണെങ്കിൽ പോലും ഈ രൂപത്തിൽ പിന്നെ ഓരോ ശകുനം ബാക്കി വെച്ചടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കാളൗട്ടിന് ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇന്ന നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമുക്കൊക്കെ പഠിച്ചറപ്പിൻ്റെ തൗഫീഖോടുകൂടി ഈ ഒരു തൗഹീദ് കിട്ടുന്ന ബേജാറിലാ ജീവിക്കണം. ഈ ഒരു സുഖം പല ആളുകൾക്കും ഒരുപാട് സമ്പത്തും എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും കിട്ടണില്ല എന്നുള്ളതാണ്. അത് തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതിനാണ് അതിന് ഏറ്റവും പരിഹാരം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ സ്പോട്ട്ലൈറ്റിൻ്റെ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു.